ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ വൺസീഡിയം ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട്. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ഇത് വൺസീഡിയാണ്. അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്, പിന്നെ അതുപോലെ നമ്മളെ സിംബീഡിയം, ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ്ങുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ ഈ കാറ്റ്ലിയ, വൺസീഡിയം, ഈ വക പ്ലാന്റുകളൊക്കെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് പൂവ് ഞാൻ ഇവിടെ കാണിക്കാം. വൺസീഡിയത്തിൻ്റെ പൂവുകളാണിത്. ഇത് കാറ്റ്ലിയ. എല്ലാ പൂവും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂവ് പ്ലാന്റുകളും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഈ പൂവിൻ്റെ പ്ലാന്റുകൾ ഏതെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ കാറ്റ്ലിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇപ്രാവശ്യം വന്ന കാറ്റ്ലിയൻ്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല പൂക്കളുമാണ് കേട്ടോ. പ്ലാന്റും തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ. ഇത് നല്ല ഡെൻഡ്രോബിയം മിനിയേച്ചറിലുള്ള ആ പ്ലാന്റാണ്. ഇനി അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്ങുകളാണിത് കേട്ടോ. കണ്ടോ നോക്കാണ്, നല്ല സീഡ്ലിങ്ങാണ്. അതിൽ ഈ ഒരു സീഡ്ലിങ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂവാണ് ഈ കാണിക്കണത് കേട്ടോ. ഇത് ഞാനൊരു 3 എണ്ണം എടുത്തിട്ട് ഒരു ചട്ടിയിൽ പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതൊക്കെ ഈ സീഡ്ലിങ്ങിൻ്റെ പൂക്കളാണ് കേട്ടോ. ഇങ്ങനെ 3 സീഡ്ലിങ്ങാണ്. 3 എണ്ണം ഒന്നിച്ച് ഒരു ചട്ടിയിൽ വെച്ചേക്കാണ് ഞാൻ കേട്ടോ. ഇത് നമ്മളിതുവരെ എൻ്റെ അടുത്ത് ഇല്ലെങ്കിലും ഞാൻ അതുവരെ കണ്ടിട്ടുമില്ല, വാങ്ങിയിട്ടുമില്ല കേട്ടോ. അതാണ് ആ സീഡ്ലിങ്. ഒരു വിധത്തിൽപ്പെട്ട സീഡ്ലിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൂക്കളുമാണ് കേട്ടോ. സീഡ്ലിങ്ങിൻ്റെ ഒരു കൊട്ടയിൽ 3-4 തൈകൾ വെച്ചൊക്കെ ഇടത് കേട്ടോ. അതാണ് അത് അത്ര വലിപ്പം തോന്നുന്നത്. ഇതൊക്കെയാണ് ഇത് സീഡ്ലിങ് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കാണില്ലേ, നല്ല സീഡ്ലിങ്ങുകളാണ് കേട്ടോ. സീഡ്ലിങ്ങിൻ്റെ പൂക്കളാണ് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വിളിക്കട്ടോ. അത് സിംബീഡിയ കേട്ടോ. സിംബീഡിയത്തിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സിംബീഡിയാണ്. ഇതാണ് സിംബീഡിയത്തിൻ്റെ പൂവ് കേട്ടോ. പിന്നൊക്കെ സീഡ്ലിങ്ങിൻ്റെ പൂവും കാറ്റ്ലിയൻ്റെ പൂവും വൺസീഡിയത്തിൻ്റെ പൂവാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് വീണ്ടും ഞാൻ കാണിക്കണം. എന്താ വെച്ചാൽ അത് നല്ല ഒരു പ്ലാന്റാണ്. അതിൻ്റെ പൂവ് കണ്ടില്ല നിങ്ങൾ, എന്ത് ബുഷിയായിട്ട് പൂക്കുന്ന, കൊല കുത്തി പൂക്കുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ 3 എണ്ണം ഒന്നിച്ചെടുത്തു കേട്ടോ. അതെടുത്ത ആ പ്ലാന്റിന് 150 റുപ്യാണ് കേട്ടോ. സീഡ്ലിങ്ങിന് ഒന്നിന് 450 റുപ്യക്കാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഞാൻ അവിടുന്ന് 2 പ്ലാന്റാണ് എടുത്തത്. ഒന്ന് വലിയൊരു പ്ലാന്റും 3 എണ്ണം ഈ സീഡ്ലിങ്ങും. അത് ഞാൻ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതവിടെയുള്ള സീഡ്ലിങ്ങിൻ്റെ ഫോട്ടോസാണ്. ഇതാണ് ഇപ്പോൾ ഈ കാണുന്ന കേട്ടോ. ഈ പ്ലാന്റാണ്. നോക്കുകയാണെങ്കിൽ ബുഷിയായിട്ട് മഞ്ഞ കളറിൽ. ഇതാണ് ഞാൻ 3 എണ്ണം എടുത്തത് കേട്ടോ. ഞാൻ പോട്ട് ചെയ്ത് വെച്ചത് ഞാൻ കാണിക്കാം. ഇത് ഞാൻ വലിയൊരു പ്ലാന്റ് എടുത്തു പറഞ്ഞില്ലേ, അത് പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പൊടി എന്താണെന്ന് വിചാരിക്കേണ്ട, കറുകാപ്പട്ടൻ്റെ പൊടിയാണ്. അത് ഉറുമ്പ് കയറണ്ടാച്ചിട്ട് ഞാനത് പോട്ട് ചെയ്തതിൻ്റെ ശേഷം ആ കരിൻ്റെ മേലെ കൂടി കുറേശ്ശെ തൂവി കൊടുത്തതാണ് കേട്ടോ. അതാണ് ഞാൻ വലിയൊരു പ്ലാന്റ് എടുത്തു പറഞ്ഞത്. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ പൂവ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാന്റ് എടുത്തതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട കൊസൈഡ് പറഞ്ഞ എല്ലാത്തിനും പറ്റുന്ന ഫംഗിസൈഡാണത്. പിന്നെ ബാസ്ഫോളിയറിൻ്റെ ഒരു 19 വാങ്ങിച്ചു. അത് രണ്ടും കൂടി ഒന്നും കൂടി കാണിച്ചാണ് അവിടെ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ. ഇനി കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാളി.
ഇതാണ് ഞാൻ മൂന്നാസിൽ നിന്ന് വാങ്ങിച്ച വലിയ പ്ലാന്റ് കേട്ടോ. ഇനി ഇതാണ് ഞാൻ ആ സീഡ്ലിങ് വാങ്ങിച്ചത്. ഈ കപ്പും സാസറും അതും അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഈ കപ്പും സാസറും നല്ല ഭംഗിയില്ലേ, നമ്മളെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ട് കേട്ടോ. ഇത് അവിടെ ഉണ്ട് കേട്ടോ, വിലയും കുറവാണ്. ഞാൻ അങ്ങനെ ഒരു പോട്ട് വാങ്ങിച്ചു, ഇങ്ങനെ 3 സീഡ്ലിങ്ങും വാങ്ങിച്ചു, കുറച്ച് ക്ലേ ബോളും വാങ്ങിച്ചു. ക്ലേ ബോളും അവിടെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ക്ലേ ബോളും വാങ്ങിച്ച് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അത്യാവശ്യം വെയിലും കൊള്ളും, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. പൂത്താലും ഭംഗിയായിക്കാരം, ഇനി വെറുതെ ഇങ്ങനെ ഇരിക്കണത് കാണാനും ഭംഗിയില്ലേ. ആ ചട്ടിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ്. കപ്പും സാസറും എടുത്താൽ പൊന്തൂല കേട്ടോ, ഭയങ്കര വെയിറ്റാണ്. നല്ല മിനുസുള്ള നല്ല ചട്ടി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് 3 എണ്ണം ഒന്നിച്ചെടുത്തിട്ട് പിന്നെ പോട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയില്ല 4 എണ്ണം 5 എണ്ണം എടുത്താൽ മതിയായിരുന്നു, ആ ചട്ടി നിറച്ച് നിന്നിരുന്നു, നല്ല ഭംഗിയുണ്ടെന്ന്. പിന്നെ ഇവർ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഭംഗിയെന്ന്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കപ്പും സാസറും അവിടെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കപ്പും സാസറും അതും ചോദിച്ചോളി, ഈ പ്ലാന്റും വാങ്ങിച്ചോളി. ഈ പ്ലാന്റ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇതിപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു ജെയ്ഡ് പ്ലാന്റ് ആണേ. അപ്പോൾ നല്ല ഭംഗിയില്ലേ, ഒരു കിളിക്കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.